ഹലോ ഗായ്സ്, ഇന്ന് വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. നമ്മൾ 3 വർഷത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക്, അതായത് ഇടുക്കിയിലേക്ക് പോകുന്നതാണ്. ഇതിപ്പോൾ രാത്രി 11 മണിയാണ്. 11 മണിയായപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 11 മണിയായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ വണ്ടി കയറിയതാ നമ്മൾ കട്ടപ്പന എത്തിയിരിക്കുകയാണ്. കട്ടപ്പന എത്തി വണ്ടി ഇറങ്ങി. എന്താ ഇവിടെ എത്തി, കാറ്റാണ് കാറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പോവാണ് ഇങ്ങനെ ബസ്സിലേക്ക്. ബസ്സിൽ നിന്ന് നമുക്കിനി കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകാനുണ്ട്. കട്ടപ്പനയിൽ നിന്ന് കണ്ടില്ലേ, മഞ്ഞൊക്കെ നല്ല അടിപൊളി മഞ്ഞൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റായിരുന്നു. വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളിവിടെ എത്ര ദിവസമായിട്ട് ചൂട് ക്ലൈമറ്റ് അറിയാലോ, കോഴിക്കോടൊക്കെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല ഗൈസ്. നല്ല മഞ്ഞൊക്കെ ആയിട്ട്, പിന്നെ ബസ്സിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടേക്കുന്നത്. ഒരുപാട് നാളിന് ശേഷമാണ് ബസ്സിലിങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകുന്നത്. കോടമഞ്ഞിൽ ഓഹോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ വീടിനടുത്തേക്ക് പിന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഓട്ടോയിൽ നിന്ന് കുറേയും കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട് കൂടലുണ്ട്, ഹൗസ് വാമിങ്ങിന് പോവാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പോവാണ്. ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട് വരുന്നത്. ഈ വീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ വീട് കൂടലാണ് ഗൈസ്. എത്ര അടിപൊളിയാക്കി എടുത്ത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊന്നും ഇങ്ങനെ കിടന്ന ഒരാളെയല്ല, ഇതുപോലൊരു സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ടുള്ളൊരു വീടാണ് ഇങ്ങനെയൊക്കെ ഒരു വീടെന്ന് പറയുന്നത്. അത് സത്യമാകുക എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. അവിടെ ഒരു ചെറിയ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോഴത്തേക്ക് ഈ ഒരു TV സ്റ്റാൻഡിൻ്റെ വരുന്നത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അവിടെ ഒരു ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ കയറി വരുമ്പോൾ തന്നെ ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി, നല്ല വർക്ക്. വീടിൻ്റെ ഫുള്ള് ടൈലായിക്കോട്ടെ, ലൈറ്റ്സ് ആയിക്കോട്ടെ, വർക്കായിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. ഇതൊരു റൂമാണ്, ഫുള്ളൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, അതിനിപ്പുറം നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഈ വോളിൽ ചെയ്തിട്ടുള്ള ഈ പെയിൻറ്റിങ് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വരുമ്പോൾ അനിയൻ്റെ റൂമായിട്ട് വരും. നല്ല അടിപൊളിയാണ് പെയിൻറ്റിങ്. ഇത് അവർ തന്നെ, അനിയന്മാർ തന്നെ ചെയ്തതാണ്. പിന്നെ ഇത് വേറൊരു റൂം, ഇവിടെയാണ് നമ്മൾ ഗണപതി ഹോമമൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു വോൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് അനിയത്തിയുടെയാണ്. അത് നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ്. ഈ 2 റൂമിന് നടുക്ക് ഒരു ബാത്റൂം, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് ഈ TV സ്റ്റാൻഡ് നേരെ ബാക്കിലായിട്ടാണ്. അതും നല്ല അടിപൊളിയാണ്. നമ്മളൊരു ഡൈനിങ് ടേബിളും 6 ചെയറുള്ള ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സോഫയുടെ ബാക്കിലായിട്ട് വരുന്നത് ഒരു റൂമും കൂടെയുണ്ട്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ നമ്മുടെ ഹോളിലത്തെ വർക്കാണ്, ലൈറ്റ്സ് വർക്കാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ മെയിൻ ഹോം, എന്താ പറയുക, വീടിൻ്റെ ഹൃദയം എന്നൊക്കെ പറയുക, അത്രയ്ക്കും മെയിനായിട്ടുള്ളതാണ് കിച്ചനാണെങ്കിൽ സൂപ്പർ അടിപൊളി സൂപ്പർ കിച്ചനാണ്. അതിനുശേഷം വർക്ക് ഏരിയ നമ്മുടെ ഇതാണ്. നല്ല അടിപൊളി വർക്ക് ഏരിയ ഒക്കെയാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചെറുതൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. ഉള്ളിൽ 2 ബാത്റൂമും പുറത്തൊരു ബാത്റൂമും. അങ്ങനെ അടിപൊളി ഗൈസ്, ഒന്നും ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ മേല. എത്രയോ അടിപൊളിയായിട്ടൊരു വീട് പണിതെടുത്ത് നമ്മളവിടെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്കൊന്നും ഇതിപ്പോഴും അങ്ങനൊരു നല്ലൊരു വീട് ഉണ്ടായിട്ടില്ല. ഇനി ദൈവം സഹായിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ആവും. ഇത് കണ്ടില്ല. പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും പാട്ടിട്ട്, മക്കളും ചേച്ചിമാരും അനിയത്തിമാരും കുഞ്ഞു മക്കളും
എല്ലാവരും ഇപ്പോൾ ഡാൻസ് കളിച്ച്, കാരണം എല്ലാവരെയും കാണുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഇവിടെ കോഴിക്കോടായതുകൊണ്ട് എപ്പോഴും അങ്ങനെ ട്രാവൽ ചെയ്ത് വരാനോ പിന്നെ കുഞ്ഞിനെ കൊണ്ട് വരാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഇത് എല്ലാവരും കൂടെ കൂടുന്നത്. ഫുൾ അടിപൊളി കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും എന്താ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താ ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ എന്താ പറയുക, ദൈവം സഹായിച്ച് ഇത്രയും നല്ലൊരു വീട് വെക്കാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷം. നമുക്കൊക്കെ ഇടുക്കിയിലാണ് വീട്. നമ്മളൊക്കെ എന്താ പറയുക, ഇതുപോലൊരു വീടൊന്നും ഇന്ന് വരെ സ്വപ്നം. ഞങ്ങളൊക്കെ ഇപ്പോഴും കിടക്കുന്ന വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് ഗൈസ്. ഞാൻ ഒരു ദിവസം എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.